ഇന്നെന്താ പോവാഞ്ഞേ? ആ നല്ല സുഖം തോന്നുന്നില്ല. ഏ പനിയുണ്ടോ? പനിയൊന്നുമില്ലല്ലോ, പിന്നെന്താ? നീ ഫോൺ എടുത്തിട്ടെങ്ങടാ? ഇത് ഭക്ഷണം എടുത്ത് വെച്ചിട്ടുണ്ട്. ഹലോ ഹലോ. ജിക്കക്കറണ്ട് ഞാൻ മിണ്ടൂല. എന്നെ കാണാൻ വരാന്ന് പറഞ്ഞിട്ട് ഇതുവരെ വന്നില്ലല്ലോ. ഞാൻ വരാന്നേ, ഞാൻ കുറച്ച് തിരക്കിലായി പോയി. അപ്പൊ എന്താ എന്നെ അങ്ങോട്ട് കൊണ്ടുപോവാത്തെ? ഞാൻ ഒരു ദിവസം കൊണ്ടുപോവാം. ഉമ്മച്ചി മാവിച്ചിക്ക് അവിടെ? ഇതാ അവിടെ ഉണ്ട്, കൊടുക്ക. വേണ്ട വേണ്ട, അവരെന്ത് ചെയ്യുന്നു? വാപ്പച്ചി ചായ അടിച്ചോണ്ടിരിക്കണ്. ഇന്ന് ഓടാനൊന്നും പോയില്ല. ഉമ്മച്ചി അടുത്തുണ്ട്. വാപ്പച്ചിക്ക് എന്ത് ഈ പറ്റി? ബസ് വരാറായി, വന്ന് കഴിക്കേ. ജിക്കാക്ക് എന്ന് വരുമോ? വരാം. ഞാൻ ഇതൊന്ന് ടേസ്റ്റ് നോക്കിയല്ലേ ഉള്ളൂ. ഞാൻ സ്കൂളൊക്കെ കഴിഞ്ഞ് നല്ല ടയർഡായിട്ട് വന്നേക്കാം. ഇനി എടുത്താ ഇടിക്കും. നിങ്ങൾക്കൊന്നും സ്നേഹത്തിന്റെ ഭാഷ അറിയില്ലേ മയ്യം? ഇല്ല. തനി അബ്ദുൽ ഖാദർ. ആ അതന്നെ. ഇവിടെ മറിയം വന്നിട്ടുണ്ട്. അതെന്താ വീട്ടിൽ പോയില്ലേ? ഇല്ല, സ്കൂൾ വിട്ട് നേരെ ഇങ്ങോട്ടേക്ക് തന്നെ പോന്നു. ശരി, എന്നിട്ട് അവിടെ? ദേ ഇവിടെ ഉണ്ട്, ഞാൻ കാണിക്കാം. ആള് ചെറിയ ദേഷ്യത്തിലാ. ഇവിടുത്തെ സെറ്റപ്പ് ഒന്നും ആള് വിചാരിച്ച പോലെ നടന്നിട്ടില്ലല്ലോ. അതൊക്കെ നമുക്ക് ശരിയാക്കാന്ന് പറയുന്നേ. ബെസ്റ്റ് ടീമിനോടാ മയ്യം. ഹലോ, എന്താ സ്കൂള് കഴിഞ്ഞ് വന്ന ക്ഷീണത്തിലാണോ? ഇവിടെ അങ്ങനത്തെ ഒരാളുണ്ട്, കാണിച്ചാട്ടെ. ഹായ് ഹായ്. എന്താ കഴിക്കണേ? സ്ട്രോബെറി മിൽക്ക് ഷേക്കും പിന്നെ പേസ്ട്രിയും. ഞാനും അമ്മയും ലോക്കിയും കൂടി ബീച്ചിൽ പോവാൻ നിക്ക. നമുക്ക് പോണ ബീച്ച്. ആവശ്യമില്ലാത്ത ഐഡിയ ഒന്നും ഇട്ട് കൊടുക്കല്ലേ കേട്ടോ. അപ്പൊ നമുക്ക് പോവണ്ടേ? പോകാം. ഇപ്പൊ നിങ്ങളൊരു ദിവസം ഇങ്ങോട്ട് വാ, നമുക്ക് എല്ലാവർക്കും കൂടി ബീച്ചിൽ പോവാം. അപ്പൊ ശരി, ഞാൻ പിന്നെ വിളിക്കാം. ഇനി ഇറങ്ങിയില്ലെങ്കിൽ ഇവൻ പ്രശ്നം ഉണ്ടാക്കും. ബൈ ബൈ. അടുത്ത പ്രാവശ്യം എന്തായാലും ബീച്ചിൽ കൊണ്ടുപോകണം. അടുത്ത പ്രാവശ്യം എന്തായാലും ഞാൻ ബീച്ചിൽ കൊണ്ടുപോകും. ഓക്കെ. ജിക്കൊക്കെ ഇഷ്ടം നിത്യ ചേച്ചീനാണല്ലേ? അപ്പൊ ഫിദത്താത്തയോ? വൈകി കഴിഞ്ഞാൽ വാപ്പിച്ച് ചീത്ത പറയും. വാപ്പച്ചി പിന്നെ ചീത്തൊന്നും പറയാറില്ല. ആണോ? ശരി, ബൈ. എടോ, ശരിക്കും നമ്മുടെ പ്ലാൻ എന്താ? നമ്മളിത് പ്രൊസീഡ് ചെയ്യുന്നുണ്ടോ? ഒന്നിനും ഇപ്പോൾ ഒരു ക്ലാരിറ്റി ഇല്ലാത്തതുകൊണ്ട് ചോദിച്ചേ ഉള്ളൂ. എത്തിക്കാൻ മോനും സുഖമല്ലേ? എൻ്റെ വീട്ടിൽ എൻ്റെ പ്രേമമൊക്കെ പിടിച്ചിട്ട് പാപ്പിച്ച എന്നെ നാട് കടത്തിയത് ദുബായിക്കായിരുന്നു. അവിടെ മൂത്തുമാരുടെയൊക്കെ റിലേഷനിലുള്ളൊരു കമ്പനിയിലായിരുന്നു. 6 വർഷമാണ് ഞാൻ അവിടെ ഉണ്ടായിരുന്നത്. ഇതിൻ്റെ ഇടയിൽ ഞാൻ നാട്ടിൽ വന്നിട്ടില്ല. അവിടെ അങ്ങനെ ആരുമായിട്ടും എനിക്കൊരു
കമ്മ്യൂണിക്കേഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറേ കാർഗോ ബോക്സിൻ്റെ ഇടയിലായിരുന്നു എൻ്റെ ജീവിതം ഈ 6 വർഷവും. അതൊക്കെ വിട്ട് ഞാൻ നാട്ടിലെത്തിയിട്ട് എനിക്ക് മനസ്സിലായ കാര്യം, എനിക്ക് മനുഷ്യരായിട്ട് കാര്യങ്ങൾ പറയാനും മിണ്ടാനും ഒരു ഇച്ചിരി പ്രശ്നമായി തുടങ്ങിയിട്ടുണ്ട്. ചിലപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരിക്കും തന്നോടൊക്കെ എനിക്ക് കറക്റ്റായിട്ടൊന്നും മിണ്ടാൻ പറ്റാതെ. എടോ സോറി. ഒരു സോറി പറയാനാണോ ഇത്രയും കഥ പറഞ്ഞേ? ജിമ്മി ഇനി ജിമ്മിക്ക് ഇഷ്ടമുള്ളത് മാത്രം ചെയ്താൽ മതി. തനിക്ക് വിഷമമൊന്നുമില്ലേ? വിഷമല്ല ഞാൻ പറയില്ല, ചില വിഷമൊക്കെ ഞാൻ കിടക്കും. ആ സാരമില്ല. ഇവിടെ മുതൽ കാണാൻ പറ്റുന്നില്ലേ? ഇവിടെ ഇത്ര ഏരിയ ഉണ്ട് മൊത്തം. കുറച്ച് പണി പെൻഡിങ് ഉണ്ട്. ഇതാണ് ഓഫീസ് ഏരിയ, ഇത്രയുണ്ട്. നിന്റെ പ്ലാൻ എന്താ? കുറച്ച് പരിപാടികൾ. ഏതായാലും നീ കാറൊന്നും വെക്കാൻ നിൽക്കണ്ട, നമുക്ക് കാര്യങ്ങളൊക്കെ ശരിയാക്കാം. ഓഫീസിൽ എനിക്കൊരു ടേബിളും ചെയറും കൂടി ഇട്ടേക്ക്. മൂത്താപ്പനെയും കൊച്ചാപ്പനെയും കൂട്ടി കച്ചവടം തുടങ്ങണ്ട, നമുക്ക് നമ്മുടെ രീതിയിൽ കാര്യങ്ങളൊക്കെ സെറ്റാക്കാം. അതെ, എന്തു പറയണു? നീ വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യും, ബാക്കി നമുക്ക് നോക്കാം. നീ ടെൻഷൻ ഒന്നും അടിക്കണ്ട കേട്ടോ? ശരി 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 ശരി. ഹലോ ചിക്കാക്ക. മയ്യ, ഒരു പുതിയ വിശേഷമുണ്ട്. എന്താ? മിക്കാക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഗ്യാരേജ് തുടങ്ങാനുള്ള ഫണ്ട് മിക്കാക്ക് തരാന്ന് പറഞ്ഞു. ശരിക്കും? ആ, ഇതൊന്ന് സെലിബ്രേറ്റ് ചെയ്യണ്ടേ? പിന്നെ അല്ലാതെ. നമുക്കൊന്ന് കറങ്ങാൻ പോയാലോ? പെട്ടെന്ന് റെഡിയാവും, ഞാൻ ദേ എത്തി. ഞാൻ ഇപ്പൊ റെഡിയാവാം. ഹായ്. ഹായ് ഹായ്. അവനൊന്നും ചെയ്യില്ല. വാ. ഇരിക്ക്.